ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ അയർലൻഡിലെ ഹൗസിംഗ് ക്രൈസിസിനെ കുറിച്ചിട്ട്. താമസിക്കാൻ ഒരു റെന്റൽ ഹൗസ് കിട്ടാൻ വലിയ പാടാണ് ഇവിടെ. അഥവാ കിട്ടിയാലോ ഒടുക്കത്തെ റെന്റ്. അതാണ് ഇവിടുത്തെ ഇപ്പോൾ അവസ്ഥ. ഇതിന്റെ ഇടയിലാണ് ഇവിടെ ഇപ്പോൾ റെന്റൽ സ്കാം കൂടെ നടക്കുന്നത്. ഓരോ വർഷവും സ്റ്റുഡൻസ് ഇൻടേക്കിന്റെ സമയത്ത് സെപ്റ്റംബർ മാർച്ച് ഈ സമയത്ത് 100 കണക്കിന് സ്റ്റുഡൻസിന്റെ കയ്യിൽ, അതിനകത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ, അവരുടെയൊക്കെ കയ്യിൽ നിന്ന് ആയിരക്കണക്കിന് യൂറോ ഫേക്ക് ലാൻഡ് ലോഡ്സും അതേപോലെ തന്നെ ഹൗസിംഗ് ഫ്രോഡ്സും കാരണം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം എന്താണ് ഈ സ്കാം എന്നും അതേപോലെ ഈ സ്കാമിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്നും. ഗാഡയുടെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 22% റെന്റൽ സ്കാംസ് ഉയർന്നിരിക്കുന്നത്. ഏകദേശം 160 ആളുകളുടെ കയ്യിൽ നിന്നും 3,85,000 യൂറോ ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ വിക്ടിംസ് എല്ലാം തന്നെ ചെറുപ്പക്കാരാണ്. അർജന്റായിട്ട് വീടുകൾ നോക്കുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് ഇതിന്റെ കൂടുതലും വിക്ടിംസ്. ആദ്യം നമുക്ക് ഈ സ്കാം എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ആബ്സെന്റ് ലാൻഡ് ലോഡ്. ഇതിൽ സ്കാമേഴ്സ് പറയുന്നത് ലാൻഡ് ലോഡ് എബ്രോഡ് ആണെന്നും അതേപോലെ ഡെപ്പോസിറ്റ് തരാണ്ട് നമുക്ക് വീട് കാണിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഡെപ്പോസിറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അഡ്രസ്സും ഉണ്ടാവില്ല. ഫേക്ക് കീ സ്കാം. ഇവിടെ ഫേക്ക് ആയിട്ടുള്ള കീസും അതേപോലെ കോൺട്രാക്റ്റും ഒക്കെ കാണിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് എമൗണ്ട് കൈപ്പറ്റും. പഴയ പോലെ തന്നെ അഡ്വാൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അഡ്രസ്സ് ഉണ്ടാവില്ല. അടുത്തത് മൾട്ടിപ്പിൾ ഡെപ്പോസിറ്റ്. ഒരേ പ്രോപ്പർട്ടിക്ക് മൾട്ടിപ്പിൾ ആളുകളുടെ കയ്യിൽ നിന്നും അഡ്വാൻസ് വാങ്ങും. ഈ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവർ എത്ര കോൺടാക്ട് ചെയ്താലും അവർ ഒരു റിപ്ലൈ തരും. ഇതാണ് ഈ സ്കാം എന്നാണ്. ക്ലോൺഡ് വെബ്സൈറ്റ്. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഇതിനകത്ത് Airbnb പോലുള്ള വെബ്സൈറ്റുകളുടെയൊക്കെ ക്ലോൺ ക്രിയേറ്റ് ചെയ്തിട്ട് ഫേസ്ബുക്കിലെയും വാട്സപ്പിലെയും ചില ഗ്രൂപ്പുകൾ വഴി അത് പ്രചരിപ്പിക്കും. എന്നിട്ട് അതിലൂടെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ആവശ്യപ്പെടും റെന്റൽ ഹൗസിന് വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന ചില റെന്റൽ തട്ടിപ്പ് സ്കാം. ഇനി നിങ്ങൾ ഇവിടെ ഒരു വീട് റെന്റിന് നോക്കുകയാണെന്ന് വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ടു ഗുഡ് ബി ടു റെന്റ്. നിങ്ങളിപ്പോൾ കാണുന്ന ആഡില് പ്രോപ്പർട്ടിയുടെ റെന്റ് ആ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിലും വളരെ കുറവാണ് വെച്ചാൽ അത് സ്കാം ആവാനാണ് കൂടുതലും ചാൻസ്. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടാവും. പ്രഷർ ടു പേ ക്യൂ. പെട്ടെന്ന് പേയ്മെന്റ് ചെയ്താലേ വീട് കിട്ടുള്ളൂ എന്നും അല്ലെങ്കിൽ ഇന്ന് തന്നെ പേയ്മെന്റ് ചെയ്താലേ വീട് കിട്ടുള്ളൂ, അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ ആണെച്ചാൽ അത് സ്കാം ആവാനാ ചാൻസ്. നോ ഇൻ പേഴ്സൺ വ്യൂയിങ്. വീട് കാണിക്കാണ്ട് അല്ലെങ്കിൽ ഫോണിലൂടെ മാത്രമാണ് ലാൻഡ് ലോഡ് സംസാരിക്കുന്നത് എങ്കിൽ ലാൻഡ് ലോഡിനോട് ആവശ്യപ്പെടുക, ഞങ്ങൾക്ക് വീട് നേരിട്ട് കാണണം അല്ലെങ്കിൽ ലാൻഡ് ലോഡിനെ നേരിട്ട് കാണണമെന്ന്. അതിനവർ തയ്യാറാകുന്നില്ല എങ്കിൽ, അതിന് മുന്നേ ഡെപ്പോസിറ്റ് പൈസ വേണം, അതൊക്കെയാണ് പറയുന്നത് എങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പേയ്മെന്റ് വിയ റെവലൂട്ട് ഓർ ക്യാഷ്. നിങ്ങളൊരു വീട് കണ്ട് ഇഷ്ടപ്പെട്ട് അതിന് അഡ്വാൻസ് കൊടുക്കുകയാണ്. അത് ആ അഡ്വാൻസ് എമൗണ്ട് ബാങ്ക് ട്രാൻസ്ഫർ വഴിയേ ചെയ്യാവൂ, അതല്ലാണ്ട് ക്യാഷോ അല്ലെങ്കിൽ റെവലൂട്ടോ വഴി കൊടുക്കരുത്. നെക്സ്റ്റ്, വെരിഫൈങ് ദ പ്രോപ്പർട്ടി. റെസിഡൻസ് ടെനൻസി ബോർഡ് RTB അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ആഡിൽ കണ്ട പ്രോപ്പർട്ടി അവിടെ ലെജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ലാൻഡ് ലോഡിനോട് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആ പ്രോപ്പർട്ടി RTBയിൽ രജിസ്റ്റേർഡ് ആണോ എന്ന് കൂടി ചോദിക്കുക. യൂസ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. റെന്റൽ ഹൗസിന് വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള draft.ie, rent.ie, നിങ്ങളുടെ കോളേജ് അക്കോമഡേഷൻ പോർട്ടൽ അതേപോലുള്ള വെബ്സൈറ്റ് യൂസ് ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങളൊരു സ്കാമിൽപ്പെട്ട് അഥവാ നിങ്ങളുടെ പൈസ പോയി തന്നെ വെക്കുക. ഒരിക്കലും മിണ്ടാണ്ടിരിക്കരുത്. ആദ്യം തൊട്ടടുത്തുള്ള ഗാഡ സ്റ്റേഷനിൽ പോയിട്ട് നടന്ന കാര്യം റിപ്പോർട്ട് ചെയ്യുക. ഇനി നിങ്ങൾ ബാങ്ക് ത്രൂ ആണ് പൈസ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതെങ്കിൽ ബാങ്കിൽ പോയി ഇങ്ങനെ ഒരു ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെന്ന് അവരെ അറിയിക്കുക. ചിലപ്പോൾ ബാങ്കുകാർക്ക് ഇങ്ങനത്തെ ഫ്രോഡുലന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ റിവേഴ്സ് ചെയ്ത് തരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ അയർലൻഡിൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. അതേപോലെ ഈ വീഡിയോ മാക്സിമം ആളുകളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആരും തന്നെ ഇങ്ങനത്തെ ഒരു സ്കാമിൽ പെടാതിരിക്കട്ടെ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.